Peace be upon you. You're watching a video from Yaqeen Institute from Youth Conversation. For more, please stay tuned. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأتموا الحج والعمرة لله فإن أحصرتم فما استيسر من الهدي. നിങ്ങൾ അല്ലാഹുവിനായി ഹജ്ജും ഉംറയും പൂർത്തിയാക്കുക. നിങ്ങൾ ഉപരോധിക്കപ്പെട്ടാൽ സാധ്യമായൊരു ബലി നിർവഹിക്കുക. ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك. ബലി യഥാവിധി നടക്കുവോളം തലമുടിയെടുക്കരുത്. ആർക്കെങ്കിലും അനാരോഗ്യമോ ശിരോരോഗമോ ഉണ്ടെങ്കിൽ മുടിയെടുത്ത് പ്രായശ്ചിത്തമായി നോമ്പോ ദാനമോ ബലിയോ ഒക്കെ നിർവഹിക്കട്ടെ. فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج و7 إذا رجعتم تلك 10 كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام. ഭീതി അകന്ന് ഉംറ നിർവഹിച്ച് ഹജ്ജ് വരെ ആശ്വാസമനുഭവിച്ചവർ സാധ്യമായൊരു ബലി നടത്തുകയും ചെയ്യട്ടെ. അതിനായി മൃഗം ലഭിക്കാത്തവർ ഹജ്ജ് കാലത്ത് 3 നാട്ടിൽ തിരിച്ചെത്തിയിട്ട് 7 ദിവസങ്ങൾ ചേർത്ത് ആകെ 10 നോമ്പുകൾ എടുക്കണം. ഈ കൽപ്പന ഹറം നിവാസികളല്ലാത്തവർക്കുള്ളതാണ്. വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക, അവൻ കഠിന ശിക്ഷകനാണെന്ന് അറിഞ്ഞുകൊള്ളുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ സൂറത്തുൽ ബഖറയിലെ 196 ആയത്താണ് പരിശോധിക്കുന്നത്. ഹജ്ജും ഉംറയും ഒന്നും കേവലം ഒരു ഇബാദത്തുകളല്ല, വലിയ തോതിൽ ത്യാഗവും സമർപ്പണവും അതാവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും ചേരുവ കൂടിയുള്ളൊരു വെല്ലുവിളി കൂടിയാണ് ഹജ്ജും ഉംറയും. ഒട്ടനവധി പ്രതിബന്ധങ്ങൾ ശാരീരികമായും സാമ്പത്തികമായും നാം അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ സംഭവ്യമായ കാര്യമാണ് ഏക ഇലാഹിനായി സർവസമർപ്പിതരായൊരു കൂട്ടർ സ്വദേശം വിട്ട് ജീവാർപ്പണം പോലൊരു യാത്ര ചെയ്യുമ്പോൾ ശത്രുക്കളുടെ ഭീഷണിക്കിരയാവുക എന്നതും. എന്ന് കരുതി നിങ്ങൾ ഈ ഉറച്ച തീരുമാനത്തിൽ നിന്നും പിന്നാക്കം പോകരുത്. പാതി വഴിയിൽ ഇത് ഉപേക്ഷിക്കുകയും അരുത്. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നേരത്തെ കടന്നുപോയ ആയത്തുകളുണ്ടല്ലോ, അവയുടെ പശ്ചാത്തലത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം ആശങ്കയും ഭയവും മുറ്റിനിന്ന അന്തരീക്ഷത്തിലാണ് മുഅ്മിനീങ്ങൾ മക്കയിലേക്ക് അല്ലെങ്കിൽ ഹറമിന്റെ പരിധിയിലേക്ക് പ്രവേശിക്കാൻ തുനിഞ്ഞത്. ആക്രമണമുണ്ടായാൽ സ്ഥലകാല പ്രതിബന്ധങ്ങളെ മുൻനിർത്തി നിങ്ങൾ അടങ്ങിയിരിക്കരുത്, മറിച്ച് പ്രത്യാക്രമണം നടത്താൻ നിങ്ങൾക്കിത് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു പ്രഖ്യാപിച്ചു. അത്തരമൊരു പ്രതിസന്ധി യാഥാർത്ഥ്യമായാൽ ഹജ്ജും ഉംറയും പൂർത്തിയാകാതെ നിങ്ങൾ മടങ്ങരുത് എന്നും കൂടിയാണ് ഇപ്പോൾ പറയുന്നത്. 2 കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. ഒന്ന്, ഈ തീർത്ഥാടന ലക്ഷ്യം പരിസമാപ്തിയിലെത്തിയിരിക്കണം. 2, അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുകയും വേണം. അറബികൾ മുന്നേ തന്നെ ഹറമിൽ പലതരം ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിപ്പോന്നിരുന്നു. എന്നാൽ അവകൾ പലതരം മൂർത്തികളെയും വിഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. ദിവ്യത്വം ആരോപിക്കപ്പെടുന്ന അചേതന വിഗ്രഹങ്ങൾക്ക് മുന്നിൽ എന്ന പോലെ തന്നെ അധികാരിവർഗവും ജന്മികളുമായിരുന്ന സചേതന മനുഷ്യർക്ക് മുന്നിലും അടിയറവ് പറയുന്ന ഒരു ഘട്ടമുണ്ടാകരുത് എന്നതാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ വയക്കൂന ദീനുലില്ല എന്ന ആയത്തിൽ നിന്നും മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ സമ്പൂർണമായും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാവണം ഹജ്ജും ഉംറയും. എന്ന് മാത്രമല്ല, മറ്റാരുടെയും കണ്ണുരുട്ടലുകൾക്കും ഭീഷണികൾക്കും വശംവദരായി കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരികയുമരുത്. കുറച്ചുകൂടെ ഉപരിപ്ലവമായ തലത്തിൽ ഈ ആയത്തിനെ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ ഈ യാത്രയുടെ ഒരേ ഒരു ലക്ഷ്യം വജ്ഹുല്ല, അത് മാത്രമായിരിക്കണം. ഏതായാലും ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ കൂട്ടത്തിൽ വല്ല കച്ചവടമോ ബിസിനസ്സോ ഒക്കെ നടക്കുവാണെങ്കിൽ അത് നടക്കട്ടെ, അല്ലെങ്കിൽ വൈവാഹിക ബന്ധങ്ങൾ വല്ലതും സാധ്യമാകുമോ എന്ന് നോക്കട്ടെ, തുടങ്ങിയ ഭൗതിക താല്പര്യങ്ങൾ കൂടി ഇതിലേക്ക് സംയോജിപ്പിക്കുന്നത് അനുവദനീയമല്ല. തീർത്ഥാടകർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക, അവരെ വഴി കാണിക്കുക എന്ന് പറയുന്നതൊക്കെ മഹത്തായ പുണ്യമാണെന്നും
ഒരു വേള അതിനുവേണ്ടി നമുക്ക് ന്യായമായ വേതനം അതിൽ നിന്ന് സ്വരുക്കൂട്ടിയെടുക്കാമെന്നതുമൊക്കെ നമുക്കറിയാം. എന്നാൽ ഈ പറയുന്ന സേവനങ്ങൾ മറ്റേതൊരു വരുമാന മാർഗവും പോലെ പ്രലോഭനങ്ങൾ കുത്തിനിറച്ചും അവാസ്തവമായ വാഗ്ദാനങ്ങൾ നൽകിയും ദുരാഗ്രഹത്തോടെ മത്സരബുദ്ധി കാണിച്ചുമൊക്കെ വരുമാനമുണ്ടാക്കാനുള്ളൊരു മാർഗമായി കാണുന്നവർ ഒന്ന് കരുതിയിരിക്കേണ്ടി വരും. പല ടൂർ ഓപ്പറേറ്റർമാരും ഉംറ യാത്രകൾ ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതുമെല്ലാം നാടായ നാടുകളിലെ മുഴുവൻ ജാറങ്ങളും ദർഗകളുമൊക്കെ സിയാറത്ത് ചെയ്തുകൊണ്ടാണ്. ജാഹിലിയ കാലത്ത് അറബികളും ഇതുപോലെ ഹുബലിന്റെയും ലാത്തമനാത്തമാരുടെയും ഒക്കെ തൃപ്തി നേടിയ ശേഷം മാത്രമേ എന്തൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമായിരുന്നുള്ളൂ. സമാനമായി മാലിക്കുൽ മുലൂക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ക്ഷണം സ്വീകരിച്ച് ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ ഇടത്തേക്ക് യാത്ര പുറപ്പെടുമ്പോഴും പരേതരെയൊക്കെ കണ്ട് പൊരുത്തം വാങ്ങിക്കണമെന്നത് ലജ്ജാകരമായൊരു കുറ്റകൃത്യം തന്നെയാണ്. ഇതിപ്രകാരമാണെങ്കിൽ രാഷ്ട്ര നിയമത്തെയും എന്തിന് ശരീഅത്തി നിയമങ്ങളെപ്പോലും ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കൃത്രിമത്വങ്ങളും അരോചകത്വങ്ങളും എത്രമാത്രം അർത്ഥശൂന്യതയാണ് എന്നതിനെക്കുറിച്ച് എന്ത് പറയാനാണ്. ഹാജിയാര് വട്ടത്തിനായി കടല് കടക്കുന്നവരും ഒട്ടും കുറവല്ല. ഇവരുടെ എല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ സഫലമായെന്ന് വരാം. പക്ഷേ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഇക്കൂട്ടർക്ക് ലഭിക്കുകയില്ല. ചുരുക്കത്തിൽ സർവം അള്ളാഹുവിന് മാത്രമായി സമർപ്പിച്ച് അവന് മുന്നിൽ മാത്രം വഴങ്ങിയും എരിങ്ങിയും ഹജ്ജ് പൂർത്തിയാക്കുക, എല്ലാ വൈതരണികളെയും തത്തുല്യ സ്വഭാവത്തിൽ പ്രതിരോധിക്കുക. ഇതൊക്കെയാണ് അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ രണ്ടു തരം അവസ്ഥകൾ ഉണ്ടാവാം. ഒന്ന്, ഫൈൻ ഉഹ്സിർതും ഫമസ്തൈസറ മിനൽ ഹദി, നിങ്ങളെങ്ങാനും ഉപരോധിക്കപ്പെട്ടാൽ, തടയപ്പെട്ടാൽ സാധ്യമാകും പോലെ വലിയെറിപ്പിച്ചാൽ മതി. മക്കയിൽ പ്രവേശിക്കാനോ പ്രവേശിച്ചിടത്ത് നിന്ന് മുന്നോട്ട് ചലിക്കാനോ സാധ്യമാകാതെ വന്നാൽ ലഭ്യമാകുന്ന ഏത് മൃഗമാണോ എവിടെ വെച്ചാണോ നിങ്ങൾക്ക് അർപ്പിക്കാൻ പറ്റുന്നത് അവിടെ വെച്ച് ബലി ചെയ്യാം. ഇത്തരം ഘട്ടങ്ങളിൽ എല്ലാ കർമ്മങ്ങളും സുഗമമായി നടന്നുകൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് സാധ്യമാകും വിധം പെർഫോം ചെയ്യുക എന്നതാണ് ഉത്തമം. വലാ തഹലികൂ റൂസക്കും ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ല, ബലിമൃഗം ബലിസമയത്തും ബലിസ്ഥാനത്തും എത്തിച്ചേരുന്നത് വരെ നിങ്ങൾ തലമുടി നീക്കരുത്. ഫമൻ കാന മിൻകും മരീദൻ ഔ ബിഹി അദൻ മിൻ റഅസി, എന്നാൽ ആർക്കെങ്കിലും അനാരോഗ്യമോ തലയിൽ വല്ല പീഡയോ അല്ലെങ്കിൽ രോഗമോ ഉണ്ടെങ്കിൽ അത്തരക്കാർ ബലിപീഠം എത്തി ബലിയെറുക്കും വരെ മുടി നീക്കാനായി കാത്തിരിക്കണമെന്നില്ല. നേരത്തെ തന്നെ അവർക്കത് ചെയ്യാം. പകരം ഫഫിദിയത്തുൻ മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക്, പ്രായശ്ചിത്തമായി നോമ്പെടുക്കുകയോ ദാനം ചെയ്യുകയോ ബലി നൽകുകയോ ചെയ്താൽ മതിയാകും. ഹജ്ജിലും ഉംറയിലും തലമുടി നീക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നിസ്കാരത്തിൽ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തിട്ടാണല്ലോ പ്രവേശിക്കുന്നത്. ഇതുപോലെ ഹജ്ജിനും ഉംറയ്ക്കും പ്രവേശിക്കുന്ന കർമ്മത്തിന് പറയുന്ന പേരാണ് ഇഹ്റാം എന്നത്. പ്രത്യേക വേഷം ധരിച്ച് ശുദ്ധിയായി മീഖാത്ത് എന്ന് പറയുന്ന പ്രത്യേക കേന്ദ്രങ്ങളിൽ വെച്ച് നിയ്യത്തോടെ വേണം ഇഹ്റാം ചെയ്യാൻ. അവിടം മുതൽ ഓരോ തീർത്ഥാടകനും തന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ, അഥവാ ഹജ്ജോ ഉംറയോ പൂർത്തിയാക്കുന്നത് വരെ പ്രത്യേകമായൊരു ചിട്ടയുള്ള ഒരു ജീവിത രീതി പിന്തുടരേണ്ടതാണ്. സാധാരണഗതിയിൽ നമുക്ക് അനുവദനീയമായിട്ടുള്ള പലതും ഈ വേളയിൽ നിഷിദ്ധമായി തീരും. അവയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിൽ പരിശോധിക്കാം. ഇനി നിസ്കാരത്തിൽ നിന്നും വിരമിക്കുമ്പോൾ നമ്മൾ സലാം വീട്ടാറില്ലേ, ഇതുപോലെ ഹജ്ജിൽ നിന്നോ ഉംറയിൽ നിന്നോ വിരമിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിന് തഹ്ലീൽ എന്നാണ് പറയുക. അഥവാ നേരത്തെ താൽക്കാലികമായി നിഷിദ്ധമാക്കിയില്ലേ, അവകൾ വീണ്ടും ഹലാലാക്കുന്ന ഒരു ഏർപ്പാടാണ് തഹ്ലീൽ എന്നത്. ഇതിന്റെ ഔപചാരികമായ പ്രത്യക്ഷ രൂപമാണ് അല്ലെങ്കിൽ കർമ്മമാണ് തലയിലെ മുടിയെടുക്കുക എന്നത്. സാധ്യമാകുന്നവരൊക്കെയും ഷേവ് തന്നെ ചെയ്യണം. അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരിയെങ്കിലും മുടിയെടുത്തിരിക്കണം. അപ്പോഴാണ് തഹ്ലീൽ സംഭവിക്കുന്നത്. സ്വാഭാവികമായും ബലിയൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനമായിരിക്കും മുടിയെടുക്കുക. എന്നാൽ മുടിയെടുക്കാൻ അതുവരേക്കും കാത്തു നിൽക്കാൻ സാധിക്കാത്ത വിധം തടസ്സങ്ങളോ വല്ല വിഘ്നങ്ങളോ ഉള്ളവർക്കാണ് ഇപ്പോൾ പറഞ്ഞ ഇളവ് ബാധകമാകുന്നത്. ഇനി രണ്ടാമത്തെ ഒരവസ്ഥ, ഒന്നാമത്തേത് തടയപ്പെടുകയോ അല്ലെങ്കിൽ ബഹിഷ്കരിക്കപ്പെടുകയോ ഉപരോധിക്കപ്പെടുകയോ ചെയ്യപ്പെട്ടാലുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തേത് ഫൈദ അമീൻതും, നിങ്ങൾ സുരക്ഷിതമായൊരു ചുറ്റുപാടിലാണ്, അഥവാ നിങ്ങളുടെ ഭയപ്പാടുകളും ആശങ്കകളൊക്കെ നീങ്ങിക്കഴിഞ്ഞ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നിങ്ങൾ ഹജ്ജിനും ഉംറക്കും വേണ്ടി പുറപ്പെടുന്നത് എങ്കിൽ ഫമൻ തമത്തഅ ബിൽ ഉംറ ഇലൽ ഹജ്ജ് ഫമസ്തൈസറ മിനൽ ഹദി, തമത്തു ചെയ്യുന്നവർ സാധ്യമാകും വിധത്തിൽ ബലി നൽകിയാൽ മതി. ഫമല്ലം യജിദ്, ഇനി ആർക്കെങ്കിലും ബലി നൽകാൻ പറ്റിയില്ല എങ്കിൽ ഫസിയാമു സലാസത്തി അയ്യാമിൻ ഫിൽ ഹജ്ജ് വസബഅത്തിൻ ഇദാ റജഅതും തിൽക അശറത്തുൻ കാമില,
പക്ഷേ അവൻ 3 നോമ്പ് ഹജ്ജിനിടയിലും 7 എണ്ണം തിരിച്ചു നാട്ടിലെത്തിയിട്ടും അങ്ങനെ ആകെ 10 നോമ്പുകൾ പ്രായശ്ചിത്തമായി ചെയ്യേണ്ടി വരും. ദാലിക ലിമൻ ലം യകുൻ അഹ്ലുഹു ഹാദിറിൽ മസ്ജിദിൽ ഹറാം. ഈ നിർദ്ദേശം ഹറമിന്റെ പരിസരവാസികളല്ലാത്തവർക്കുള്ളതാണ്. ഹറമിന്റെ പരിസരത്തുള്ളവർക്ക് തമത്തു എന്ന രീതിയിൽ ഹജ്ജോ ഉംറയോ ചെയ്യാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണം എന്നുണ്ടെങ്കിൽ എന്താണ് ഈ തമത്തു എന്നത് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ഹജ്ജിലേക്കോ ഉംറയിലേക്കോ ഉള്ള പ്രവേശനത്തിനാണ് ഇഹ്റാം എന്ന് പറയുന്നത്. ഈ ഇഹ്റാം പ്രധാനമായും 3 മോഡുകളിലാണ്, 3 വിധത്തിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഇഫ്രാദ്, ഖിറാൻ, തമത്തു എന്നിവയാണവ. ഇത്ലാഖ് എന്ന് പറഞ്ഞിട്ട് 4മതൊരെണ്ണം കൂടി ഉണ്ട് ചില പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ. ഹജ്ജ് പോലെ തന്നെ ഉംറയും ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമാണല്ലോ. സ്വാഭാവികമായും ഹജ്ജിന് പോകുന്നവരെല്ലാം ഉംറയും കൂടെ ചെയ്തിരിക്കും. വിദൂരത്ത് നിന്ന് വരുന്നവർ ഷവ്വാൽ മാസത്തിലോ ദുൽഖഅദയിലോ ഒക്കെ ആയിരിക്കും ഹജ്ജിന് യാത്ര പുറപ്പെട്ടിട്ടുണ്ടാവുക. കാരണം ഷവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ ഇവകളെല്ലാം ഹജ്ജിന്റെ മാസങ്ങളാണ്. ഇങ്ങനെ യാത്ര ചെയ്തു വരുന്നവർ ഹറമിന്റെ അതിർത്തി ഭാഗങ്ങളിലുള്ള മീഖാത്ത് എന്ന് പറയുന്ന പ്രത്യേക സൗകര്യങ്ങൾ അടങ്ങിയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വേണം ഇഹ്റാം ചെയ്യാൻ. അവിടുന്ന് ഇഹ്റാം ചെയ്ത് ഹറമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുൽഹിജ്ജ 13 അല്ലെങ്കിൽ 15 വരെയൊക്കെ ഇഹ്റാമിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ച് കർക്കശമായി അതെല്ലാം ഫോളോ ചെയ്ത് കഴിയേണ്ടി വരും എന്നത് നമുക്കറിയാം. പക്ഷേ ഇതെല്ലാവരെ സംബന്ധിച്ചിടത്തോളവും അത്ര എളുപ്പമായിരിക്കണമെന്നില്ല. ഷവ്വാൽ മാസത്തിൽ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ 1.5 മാസത്തിലധികം അല്ലെങ്കിൽ 2 മാസത്തോളം ഇഹ്റാമിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് ഒരുപാടേറെ സ്വാഭാവികമായ കാര്യങ്ങളെല്ലാം സ്വയം നിഷിദ്ധമാക്കി കഴിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെയാണ് ഇഹ്റാമിന്റെ വ്യത്യസ്ത മോഡുകൾ പ്രസക്തമാകുന്നത്. നമുക്ക് അവ ഓരോന്നോരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തേത് ഇഫ്രാദ് എന്നാണ് പറയുന്നത്. ഇത് മീഖാത്തിൽ നിന്ന് ഹജ്ജിന് മാത്രമായിട്ട് ഇഹ്റാം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. അഥവാ ഹജ്ജിന്റെ ഏറ്റവും പീക്ക് ടൈം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നടക്കുന്നത് ദുൽഹിജ്ജ 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലാണ്. ഈ ഓരോ ദിവസത്തിനും പ്രത്യേകമായ പേരുകളുണ്ട്. ദുൽഹിജ്ജ 8 പറയുന്ന പേര് യൗമുത് തർവിയ എന്നാണ്. മിനയാണ് അന്നത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഹജ്ജിന് മാത്രം ഇഹ്റാം ചെയ്തുകൊണ്ട് ഒരാൾ യൗമുത് തർവിയ കണക്കാക്കിയിട്ട് ഹറമിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ ആ ഒരു എൻട്രിക്ക് പറയുന്ന പേരാണ് ഇഫ്രാദ് എന്ന്. രണ്ടാമത്തെ ഒരു മോഡ് ഖിറാൻ എന്നതാണ്. ഇത് പ്രകാരവും മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് അകത്ത് പ്രവേശിക്കലാണ്. പക്ഷേ ഇഹ്റാം ചെയ്യുമ്പോൾ തന്നെ ഉംറയും ഹജ്ജും ഞാൻ ചെയ്യുമെന്ന് നിയ്യത്താക്കിയിരിക്കണം. അപ്പൊ നേരത്തെ വരുന്ന ഒരാൾ രണ്ടിനും കൂടി കമ്പൈൻ ആയിട്ടൊരു നിയ്യത്ത് ചെയ്തിട്ടാണ് അകത്ത് പ്രവേശിക്കുക. എന്നിട്ട് ആദ്യം ഉംറ നിർവഹിക്കും. എന്നിട്ട് ദുൽഹിജ്ജ 8 വരെ കുറേ ദിവസം ഗ്യാപ്പ് ഉണ്ടെങ്കിലും ആ ഇഹ്റാമിൽ തന്നെ അവിടെ അങ്ങോട്ട് കഴിച്ചു കൂട്ടും. അങ്ങനെ ദുൽഹിജ്ജ 8 ആയാൽ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളായി. ദുൽഹിജ്ജ 15 അല്ലെങ്കിൽ 13 ആകുമ്പോഴേക്ക് അതിൽ നിന്ന് ഫ്രീ ആയിട്ട് തിരിച്ചു നാട്ടിലേക്ക് പോകും. അപ്പൊ പ്രവേശിച്ചത് മുതൽ ഹജ്ജ് പൂർത്തിയാകുന്നത് വരെയും ഈ നിയമങ്ങൾ അത്രയും പാലിച്ച് കർക്കശമായ നിഷ്കർഷണങ്ങളെല്ലാം ഫോളോ ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഈ ഒരു സ്റ്റൈൽ എൻട്രിക്കാണ് ഖിറാൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊരു വിധമുള്ളത്, അതിനാണ് തമത്തു എന്ന് പറയുന്നത്. തമത്തു എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് റിലാക്സേഷൻ, റിലീഫ് അല്ലെങ്കിൽ എൻജോയ്മെന്റ് എന്നൊക്കെയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നേരത്തെ വന്ന ഒരാൾ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്നത് ഉംറയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. അയാൾ ഹറമിൽ പ്രവേശിച്ച് ഉടനെ തന്നെ ഉംറ ചെയ്യുന്നു. ഉംറ ചെയ്യാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം മതിയാകും. അത് കഴിഞ്ഞിട്ട് അയാൾ ഇഹ്റാമിൽ നിന്ന് വിരമിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ പോലെ ആയിത്തീരും. ഇനി ദുൽഹിജ്ജ 8 വരെയുള്ള ദിവസങ്ങളുണ്ട്. അത് ഓരോരുത്തരുടെയും വരവിനനുസരിച്ച് ഏറിയും കുറഞ്ഞു ഇരിക്കും. എന്നാൽ പോലും ഉംറ കഴിഞ്ഞ് ഹജ്ജ് തുടങ്ങുന്നത് വരെയുള്ള ആ ഗ്യാപ്പിൽ ഇയാൾ നോർമൽ ലൈഫ് സ്റ്റൈൽ അവിടെ തുടരാവുന്നതാണ്. അഥവാ പ്രത്യേകിച്ച് നിബന്ധനകളോ അല്ലെങ്കിൽ നിഷിദ്ധങ്ങളോ ഒന്നും തന്നെ അയാൾക്കില്ല. ശേഷം ഹജ്ജിന്റെ സമയമായാൽ വീണ്ടും ഹജ്ജിന് വേണ്ടി ഒരു ഇഹ്റാം ചെയ്ത് ഹജ്ജും പൂർത്തിയാക്കും. ഈ ഒരു രീതിക്കാണ് തമത്തു എന്ന് പറയുന്നത്. നല്ല റിലാക്സേഷൻ ഇടയിൽ കിട്ടുന്നു എന്നതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് ദൂരത്ത് വരുന്നവർക്കൊക്കെ ഒരു ആശ്വാസമാണിത്. ഈ ആശ്വാസം നിറഞ്ഞ തമത്തു എന്ന രീതിയാണ് ഇസ്ലാം അല്ലെങ്കിൽ റസൂൽ ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എന്നും നമുക്ക് കാണാൻ കഴിയും. കാരണം ദീൻ എന്ന് പറയുന്നത് തന്നെ ആശ്വാസം എടുക്കലും ആശ്വാസം പകരലുമൊക്കെയാണല്ലോ. ഇങ്ങനെ ഒരു ആശ്വാസം എടുക്കുന്നു എന്നതിൻ്റെ ഒരു ബദൽ എന്നോണമാണ് തമത്തു രീതിയിൽ ഇഹ്റാം ചെയ്തവർ ഹജ്ജ് പൂർത്തിയാക്കി കഴിയുമ്പോൾ അവസാനം ബലി നൽകൽ നിർബന്ധമാകുന്നത്. അപ്പോൾ മിക്കവാറും ആളുകൾ ഹജ്ജിന് വരുന്നത് തമത്തു എന്ന രീതിയിൽ ഇഹ്റാം ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അവരെല്ലാവരും ബലി നൽകാൻ നിർബന്ധിതരുമാണ്.
സ്വാഭാവികമായും ഈ ഒരു ഇളവ് മക്കയുടെ അല്ലെങ്കിൽ കുറച്ചും കൂടി കൃത്യമായി പറഞ്ഞാൽ ഹറമിന്റെ പരിധിയിൽ താമസിക്കുന്നവർക്ക് ആവശ്യമില്ല. കാര്യം വിദൂര രാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം കുടുംബത്തെയും വീട്ടുകാരെയും ഒക്കെ വിട്ട് കഴിയുന്ന അത്രയും ഒരു മനപ്രയാസമോ അല്ലെങ്കിൽ അത്തരം ചലഞ്ചസോ നാട്ടിൽ തന്നെ താമസിക്കുന്നവർക്കുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നാട്ടുകാരായ ഹറം നിവാസികളായ ആളുകൾക്ക് തമത്തു എന്ന രീതി അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ തമത്തു ചെയ്ത് ഹജ്ജ് പൂർത്തിയാക്കി പിരിയാൻ നേരത്ത് ബലി നൽകാൻ കഴിയാതെ പോകുന്ന ആളുകളുണ്ടാവാം, സാമ്പത്തിക പ്രയാസങ്ങളോ മറ്റോ കൊണ്ട്. അത്തരക്കാർക്ക് ചില പ്രത്യേകമായ പരിഹാരക്രിയകൾ വേറെയും പറഞ്ഞു. അതാണ് 10 ദിവസത്തെ നോമ്പ്. ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്തിൽ നമുക്ക് 2 തരം പ്രായശ്ചിത്തങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നതായി കാണാം. ഒന്ന്, മുടി മുറിക്കേണ്ടത് ബലി അർപ്പിച്ചതിന് ശേഷമായിരിക്കണം. എന്നാൽ അതുവരെ കാക്കാൻ സാധിക്കാത്തവർക്ക് നേരത്തെ തന്നെ മുടി കളയാം. പക്ഷെ അവരതിന് ഫിദിയ കൊടുക്കണം, അഥവാ പ്രായശ്ചിത്തം ചെയ്യണം. ഒന്നുകിൽ അത് നോമ്പാവാം, അല്ലെങ്കിൽ ദാനധർമ്മമാവാം, അതുമല്ലെങ്കിൽ ബലിമൃഗവുമാകാം. നോമ്പാണെങ്കിൽ 3 നോമ്പെടുക്കണമെന്നാണ് റസൂൽ പറഞ്ഞിരിക്കുന്നത്. ദാനമാണെങ്കിൽ ഓരോ നോമ്പിനും 2 പേർക്കുള്ള ഭക്ഷണം എന്ന രീതിയിൽ കൊടുക്കണം. അതായത് ആകെ 6 മുദ്ദ് ഭക്ഷണം നൽകുക എന്നതാണ് ദാനമായ പ്രതിവിധി. ഇനി അതല്ല, ബലി നൽകുകയാണെങ്കിൽ ഒരു ആടിനെ അറുത്താൽ മതിയാകും എന്നും നമുക്ക് ഹദീസുകളിൽ കാണാം. 2ാമത്തെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് തമത്തു രീതിയിൽ ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾ ഹജ്ജിനൊടുവിൽ ബലി നൽകിയിരിക്കണം. ഇത് പ്രായശ്ചിത്തമായ ബലിയല്ല, ഹജ്ജിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ബലിതർപ്പണം. പക്ഷെ അതിന് പാങ്ങില്ലാത്ത ഒരാൾ 10 നോമ്പെടുത്താൽ മതിയാകും. ഈ 10 നോമ്പിൽ 3 ഹജ്ജിൽ നിന്നും തഹ്ലീൽ ആകുന്നതിന് മുമ്പ് തന്നെ അവിടെ വെച്ച് തന്നെ എടുത്തിരിക്കണം. ബാക്കി 7 നാട്ടിൽ തിരിച്ചെത്തിയ ഉടനെ എടുത്താൽ മതിയാകും. പക്ഷെ ആകെ 10 നോമ്പുകളാണ് ബലി അർപ്പിക്കുന്നതിന് പകരമായി നൽകേണ്ടുന്ന പ്രായശ്ചിത്തം. ഇത്രയും പറഞ്ഞതിന് ശേഷം ഈ ആയത്തുകളുടെ ഒക്കെ പിന്നാമ്പുറത്തുള്ള ഏറ്റവും മൗലികമായ താല്പര്യം എന്താണോ അതാണ് ഇനി ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. വത്തഖുല്ലാ, അള്ളാഹനെ സൂക്ഷിക്കണം, പടച്ചോനെ ശ്രദ്ധിക്കണം. വഅലമു ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അവൻ അതികഠിന ദണ്ഡകനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എല്ലാ ദൈവിക കൽപ്പനകളും സത്യത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ ദൈവഭയം നിറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവയ്ക്ക് ചൈതന്യം ഉണ്ടാവണമെങ്കിൽ നിർബന്ധമായും മനുഷ്യന് സൂക്ഷ്മത ഉണ്ടായിരിക്കണം. എല്ലാ ഇടപാടുകളിലും സൂക്ഷ്മത ഉണ്ടാവണം. ഇബാദത്തുകളിലാണെങ്കിലും അള്ളാന്റെ മാർഗത്തിലുള്ള പോരാട്ടങ്ങളിലാണെങ്കിലും പ്രതിരോധങ്ങളിലാണെങ്കിലും സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നതിലാണെങ്കിലും ചെലവഴിക്കുന്നതിലാണെങ്കിലും മനുഷ്യരോട് ഇടപഴകുന്നതിലാണെങ്കിലും എന്തിന് ഒന്ന് നിശ്വസിക്കുന്നതിൽ പോലും സൂക്ഷ്മത ഉണ്ടാവണം. അത് കൂടുതലായി ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മുടെ എല്ലാ ഇബാദത്തുകളും എല്ലാ ആരാധനാനുഷ്ഠാനങ്ങളും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും. ആ അർത്ഥത്തിൽ നല്ല സൂക്ഷ്മതയുള്ള ആൾക്കാരായി മാറാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.